ഇത് വലിയ ഒരു അപകടത്തിൽ, സൈക്കോളജിക്കലി ഇത് വലിയ അപകടത്തിലേക്കാണ്. അപ്പം നോർമലായിട്ട് മനുഷ്യൻ പരിണമിച്ച് വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗുരുവിശ്വാസത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഗുരുവിനെ കിട്ടിയത് തന്നെ പൂർണ്ണതയാണ്. ഒരു ഗുരുവിനെ കിട്ടിയാൽ തന്നെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. പിന്നെ ആ ഗുരുവിനോടൊപ്പം ശരിയായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. നല്ല അവനവൻ്റെ പ്രവൃത്തികളിൽ, നല്ല അവനവൻ്റെ ജീവിതത്തിൽ, അവനവൻ്റെ സത്യത്തിൽ പ്രവർത്തിച്ചു പോവുക. അവനവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാനുള്ളൊരു വഴിയാണ് യഥാർത്ഥത്തിൽ ഗുരുമാർഗം. പക്ഷേ ഇത് എന്തുകൊണ്ട് നമുക്ക് തടസ്സമാകുന്നു? ഈ ഗുരുമാർഗത്തിന് വിരുദ്ധമായി അഹന്താ സ്വഭാവത്തിൽ സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് നമ്മൾ തന്നെ നമുക്ക് ശത്രുക്കളായി മാറുന്ന ഒരു അവസരത്തിലാണ് നമുക്കിതെല്ലാം തടസ്സമാകുന്നത്. ഇപ്പോൾ എന്നോട് തന്നെ ചില വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് അവർക്ക് ഇങ്ങനെ പറ്റി, കല്യാണത്തിന് അത് പറ്റി, മറ്റവന് രോഗമായി, ഇത് ഇഷ്യൂ ആയി, ഇതെല്ലാം ഇവിടെ ശിഷ്യപൂജിതയൊക്കെ ചെയ്യുന്ന തെറ്റെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ശിഷ്യപൂജിത ചെയ്യുന്ന തെറ്റാണ് ആ ചെയ്യുന്നവരല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടത്. ഈ പാവങ്ങളായിട്ടുള്ള വിശ്വസിച്ച് നിൽക്കുന്നവരാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത്. അപ്പം തന്നെ മനസ്സിലാവില്ല ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അനുഭവിക്കുന്നവൻ്റെ കർമ്മദോഷം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെയൊക്കെ ഇതെല്ലാം അനുഭവിപ്പിക്കുന്ന ആൾക്കാർ സുഖിക്കുക, എന്നിട്ട് പിന്നെ ഈ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ കാര്യം അവർ പറയുന്നുണ്ട്. എന്നിട്ട് കഷ്ടപ്പെടുന്നവർ അപ്പം അതിൽ തന്നെ ഒരു വിരോധാഭാസമില്ലേ? ഈ കഷ്ടപ്പെടുത്തുന്നവർ സൂഹിക്കുന്നു, കഷ്ടപ്പെടുന്നവരാണ് നല്ലവരെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ എന്ന് പറയുന്ന ആ മനസ്സുകളിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതെന്താണെന്ന് ഗുരുമാർഗത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് അതിനെ റെക്ടിഫൈ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവനവൻ്റെ മനസ്സിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും, ജീവനിൽ നിന്നും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനാണ് ഒരു ഗുരു ശ്രമിക്കുന്നത്. ഒരു ഗുരുവിന് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ പട്ടാണി സ്വാമികൾ പണ്ട് ചാലാക്കമ്പോളത്തിൽ ഒരുത്തന് ഉന്തുവണ്ടിയുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പാവത്തിൻ്റെ അടുത്ത് നിന്ന് മടിയിൽ, കീശയിൽ നിറച്ച് പൈസ ഇരിക്കുമ്പോഴും അയാളുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉന്തുവണ്ടി വിറ്റ് അയാൾ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഗുരു ഇങ്ങനെ കരയുന്നതായിട്ടും, അപ്പോൾ ഗുരുവിനോട് പട്ടാണി സ്വാമികൾ പറയുന്നു, നിനക്കിപ്പോൾ ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് ആ കുടുംബം മൊത്തം നന്നായതായിട്ടും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരുടെ പ്രവർത്തനം എന്തിനും നല്ലതാക്കാൻ വേണ്ടിയാണ്. നമുക്ക് പുറമേക്ക് മോശമായിട്ടോ തെറ്റായിട്ടോ ഒക്കെ തോന്നിയാൽ പോലും ഗുരുക്കന്മാർ ഈ മനുഷ്യൻ്റെ കർമ്മഗതിയിൽ നിന്ന് പൊട്ടിച്ച് അവരെ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പ്രവൃത്തിയെ സംശയിക്കുന്ന ഒരു അറിവില്ലായ്മ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളായിട്ടും പ്രോബ്ലങ്ങളായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പരിണമിക്കുന്നതിനുമൊക്കെ തടസ്സം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ യഥാർത്ഥ പ്രശ്നത്തെ ഒബ്സർവ് ചെയ്യുന്നതിന് പകരം തെറ്റായിട്ട് മറ്റുള്ളവരെയും പുറത്തും ലോകത്തും എല്ലാം കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആയിപ്പോയ സാഹചര്യത്തിൽ അവനവനിൽ തന്നെ അവനവൻ്റെ തടസ്സങ്ങളായിട്ടും കുറ്റങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത്